ഇന്ന് മരുന്ന് കഞ്ഞി വയ്ക്കുകയാണ് രാവിലെ ഇപ്പോൾ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാനില്ല. രാവിലെ എന്നും മരുന്ന് കഞ്ഞി ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് മരുന്ന് കഞ്ഞിക്കുള്ള മരുന്നുകളൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ മറന്നു. അരി അടുപ്പത്തിടും. അരി ഉലുവ ഞാൻ അടുപ്പത്തിട്ടു. ഞാനത് കാണിച്ചു തരാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ മരുന്നുകളൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ മരുന്നുകളാണ്. ഓരോ മരുന്നുകൾ ഇപ്പം ഇന്ന് രാവിലെ പൊട്ടിച്ച് കൊണ്ടുവന്നത് തന്നെ. ഇത് തിപ്പല്ലി എന്ന് പറയും. തിപ്പല്ലിയാണത്. ഇത് കറുക, പിന്നെ ഇത് നിലമ്പന, ഇത് നമ്മളെ തുമ്പ, ഇത് ഇവിടെ ഞങ്ങൾ മുത്തളെന്ന് പറയും. ചില സ്ഥലത്ത് നിന്ന് കൊടവെന്ന് പറയുന്നത് വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് ഇതിന്. ഞാൻ ഇവിടെ മുത്തളെന്നാണ് പറയുക. പിന്നെ ഇത് ചെറുകുള, ഇത് നമ്മുടെ ചെറുകടലാടി എന്ന് പറയും. ഇത് ചെറുകടലാടി. പിന്നെ ഇത് നമ്മളെ കുറുന്തോട്ടി. ഈ കുറുന്തോട്ടി ഞാൻ സമൂലം വേരും തണ്ടെല്ലാം കൂടി വെള്ളത്തിൽ ചതച്ചിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളത്തിലാണ് ഞാൻ അരി ഇട്ടിട്ടുള്ളത് ഇപ്പോൾ. പിന്നെ ഇത് നമ്മുടെ തഴുതാഴ്മ. ഇത് നമ്മുടെ കല്ലുരുക്കി എന്ന് പറയും, കല്ലുരുക്കി. പിന്നെ ഇത് കിഴാർനെല്ലി. ഇത്രയും എനിക്ക് മരുന്ന് കിട്ടിയുള്ളൂ. ഈ പറമ്പിലൊക്കെ മരുന്നുകൾ അടിക്കണ കാരണം കൊണ്ട് എല്ലാ മരുന്നുകളൊക്കെ പോയി ഒന്നും കാണാൻ. ഇപ്പോൾ കിട്ടിയ മരുന്നുകളെല്ലാം കൂടെ എടുത്താണ്. ഈ മരുന്നുകളൊന്നും നമുക്കൊന്നും ഏത് കഴിച്ചാലും ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതല്ലല്ലോ. അപ്പോൾ ഏത് മരുന്ന് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് നന്മേ വരുള്ളൂ, ദോഷങ്ങളൊന്നും വരില്ല. അപ്പോൾ കിട്ടിയ എല്ലാ മരുന്നുകളും ഞാൻ പറിച്ചുകൊണ്ട് പോകുന്നതാണ്. മരുന്നുകളൊന്നും ഇല്ല, നിറയെ മരുന്നുണ്ട്. ഇപ്പോൾ ഈ പറമ്പിലൊക്കെ പുല്ലിന് മരുന്നടിക്കുന്ന കാരണം ഒരു മരുന്നും ഇല്ല ഇപ്പോൾ. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അരച്ച് ഞാൻ കാണിച്ചു തരാവേ. എനിക്ക് നാളികേരമൊക്കെ അരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാമല്ലേ. നമുക്കതിലേക്ക് അരയ്ക്കാനുള്ള ഇത് കുരുമുളകാണ്. കുറച്ച് കുരുമുളക്. ഇനി ഇത് നല്ല ജീരകം ഇടണം. ഇത് നല്ല ജീരകം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ച് കൊണ്ടുവരണം. മറ്റേ മരുന്നും നാളികേരും ഒക്കെ അരച്ച് കൊണ്ടുവരണം. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മൺകലല്ലേ, പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്കതിലേക്ക് നാളികേരവും കുരുമുളകും ജീരകവും ഒക്കെ അരച്ച് കൊണ്ടുവന്നത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ നേരത്തെ കണ്ട ആ പച്ച മരുന്നുകളെല്ലാം അരച്ചതാണ് ഇത് ഒരു ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിയുള്ള പച്ചമരുന്നുകൾ അരച്ചതാണ്. അതും കൂടെ നമുക്കത് അരച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇത് മഞ്ഞൾപ്പൊടി നല്ല നാടൻ മഞ്ഞൾപ്പൊടി. ഞാനിവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മഞ്ഞൾപ്പൊടി വാങ്ങിക്കാറില്ല. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് അതൊക്കെ ഒന്ന് അതിലേക്ക് കൂടി ചേരണം നന്നായിട്ട്. ഈ പച്ചമരുന്നൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങളത് ചുവ ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കണം കേട്ടോ. ഒരു ചുവ ഉണ്ടാവില്ല കേട്ടോ. നല്ല മരുന്നുകളാണ്. പച്ചമരുന്നിൻ്റെ ഒരു ചുവ പോലും ഉണ്ടാവില്ല അത്. നിങ്ങളും ഇതുപോലെ ഒന്ന് കഞ്ഞി ഉണ്ടാക്കി നോക്കട്ടോ. നിങ്ങൾക്ക് അറിയുന്ന മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന മരുന്നൊന്നും ഇല്ല, പച്ചമരുന്നിന് ഒന്നിനും സൈഡ് എഫക്റ്റ് ഒരു ദോഷവും ഇല്ലല്ലോ നമുക്ക്. അത് ഏത് മരുന്ന് വേണമെങ്കിലും ഇതേപോലെ അരച്ച് നമുക്ക് കഞ്ഞി കുടിക്കാം. ഒരു 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം കഴിയുമെങ്കിൽ ഒരു മാസം മൊത്തം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പം ഒന്ന് കഴിച്ച് ഉണ്ടാക്കി നോക്കട്ടോ. അങ്ങനെ നമ്മളെ കഞ്ഞി റെഡിയായി, മരുന്ന് കഞ്ഞി റെഡിയായി. ഇനി ഇതേപോലെ ഒന്ന് നിങ്ങളും ഉണ്ടാക്കി നോക്കൂട്ടോ. നല്ല കഞ്ഞിയാണ്, നല്ല ഔഷധമായിട്ടുള്ള ഇതൊക്കെ കൂട്ടാണത്. അപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മരുന്നുകൾ നമുക്ക് ചിലവർക്ക് അതിൻ്റെ ചുവ ഇഷ്ടാവില്ല. ഇതാകുമ്പോൾ അങ്ങനത്തെ ചുവകളൊന്നുമില്ല. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ.